ഇപ്പൊ എനിക്കൊരു വീട് വെക്കണം. ഞാൻ ആദ്യം ആരെ അപ്രോച്ച് ചെയ്യണം? നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ഇന്റീരിയർ ഡിസൈനറിനെ ആയിരിക്കരുത്. ഉം. പകരം ഒരു ആർക്കിടെക്റ്റിനെ ആയിരിക്കണം. ഒരു 5 സെൻസ് ഉണ്ടെങ്കിൽ ഐഡിയലി ഒരു 2500 ടു ഒരു 2000 ടു 2500 സ്ക്വയർ ഫീറ്റ് നമുക്കൊരു ഡീസെന്റ് സ്പേസ് നമുക്ക് അതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ആ ഒരു എസ്തെറ്റിക്സ് കുറച്ച് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ലാൻഡ്സ്കേപ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാവർക്കും വീട് വെക്കുമ്പോൾ അതെ, ആദ്യം അതെ. അതിന്റെ ഒരു Budget ആയിരിക്കും. ബഡ്ജറ്റ് വേണമല്ലോ. ആദ്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് കൺസ്ട്രക്ഷണൽ ബഡ്ജറ്റ് ആയിരിക്കും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ അതിന്റെ കൂടെ തന്നെ പാരലലി നമുക്ക് ഇന്റീരിയറിന്റെ ബഡ്ജറ്റും കൂടി നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതാണ്. ഒരു റെന്റഡ് ഹോമിലോ എവിടെയെങ്കിലും നിന്നിട്ടായിരിക്കും അതെ. വീട് പണി നടത്തുന്നത്. അതെ, So, നമുക്ക് തീർച്ചയായിട്ടും. അറ്റ് ദി ഏർലിയസ്റ്റ് നമ്മുടെ ഔട്ട് തീർക്കാന്നുള്ളതായിരിക്കും. കയ്യിൽ കിട്ടണമെന്നുള്ളത്. വാട്ട് ഇഫ് എനിക്കിപ്പോ ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്തതിൽ നിന്നും പെട്ടെന്നൊരു സഡൻ പ്ലാൻ എന്റെ മുകളിലത്തെ പോർഷൻ ഒരു റെന്റ് ഔട്ട് ചെയ്യണം, സോ അവിടെ ഒരു എക്സ്ട്രാ കിച്ചൺ വേണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൊ അത് പോസിബിൾ ആയിരിക്കില്ലേ? ഓഫ് കോഴ്സ് പോസിബിൾ ആണ്. സോ എവറിത്തിങ് കംസ് വിത്ത് പ്രൈസ് ടാഗ്. അപ്പൊ അത് മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ റീസെന്റ് നമ്മുടെ സിനിമാ താരം ഹരിശ്രീ അശോകൻ, അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം പഞ്ചാബി ഹൗസ് എന്നുള്ള പേരിൽ ഒരു വീട് എടുത്തു. പക്ഷെ ആ വീട്ടിൽ മെയിൻലി അവര് കൺസ്ട്രക്ഷൻ ടൈമില് അവര് ഇൻവോൾവ്മെന്റ് ചിലപ്പം ആ ടൈമില് അവര് ഇൻവോൾവ്മെന്റ് കുറഞ്ഞതാവാം. അവർ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അവർ യൂസ് ചെയ്തേക്കുന്ന ക്വാളിറ്റി എന്തായാലും ബ്ലൂ ആയിരിക്കും. ഓഫ് കോഴ്സ് ഇത് തന്നെ റീസൺ. This video is sponsored by Paragon, decades of delivering delights. ഡി കോൺസെപ്റ്റ് ഇന്റീരിയേഴ്സ് ഇതുവരെ എത്ര വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്? ഇതുവരെ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 2013 സ്റ്റാർട്ട് ചെയ്തത്. 2024 ആയി. സോ നമ്മൾ വളരെ ലേറ്റ്ലി ആണ് നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. സോ ഇന്ന് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20 പ്രോജക്ട്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പം പ്രസന്റ്ലി 2 പ്രോജക്ട് റണ്ണിങ് ആണ്. അതെ, ഇപ്പം ഓൺഗോയിങ് പ്രോജക്റ്റ് ആയിട്ട് 2 പ്രോജക്റ്റ് ഉണ്ട്. Yes. ഈ വീട് വെക്കുമ്പോൾ ഇപ്പൊ എനിക്കൊരു വീട് വെക്കണം, ഞാൻ ആദ്യം ആരെ അപ്രോച്ച് ചെയ്യണം? നേരെ വന്ന് ഇന്റീരിയർ ഡിസൈനിങ് ഫേമിലേക്കാണോ അതോ ഹൗ ഇസ് ഇറ്റ്? സോ നമ്മളൊരു വീട് വെക്കുകയാണെങ്കിൽ ആദ്യം കൺസൾട്ട് ചെയ്യേണ്ടത് ഒരു ഇന്റീരിയർ ഡിസൈനറിനെ ആയിരിക്കരുത്. പകരം ഒരു ആർക്കിടെക്റ്റിനെ ആയിരിക്കണം. നമുക്കിപ്പം 2 രീതിയിൽ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലവർ എഞ്ചിനീയറിനെ റീച്ച് ഔട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പേഴ്സണലി പറയുന്നത് ഒരു ആർക്കിടെക്റ്റിനെ റീച്ച് ചെയ്യാനാണ്. ബിക്കോസ് ഒരു ആർക്കിടെക്റ്റിനെ ആയിരിക്കും ഒരു പെർഫെക്റ്റ്ലി നിങ്ങളുടെ ഒരു പ്ലാൻ, നിങ്ങൾക്ക് വേണ്ട ഒരു റിക്വയർമെന്റ് അനുസരിച്ച്, നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഒരു ആർക്കിടെക്റ്റിനെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ട് അത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത്. കമ്മിങ് ടു ഏരിയ, അപ്പം ഏറ്റവും കുറഞ്ഞത് ഇപ്പൊ എന്റെ ഒരു 5 സെന്റ് സ്ഥലമുണ്ട്. അതിലെങ്ങനെ നമുക്കൊരു വീട് എത്ര സ്ക്വയർ ഫീറ്റ് വീട് വെക്കാൻ പറ്റും? നമുക്കിപ്പം ഒരു 5 സെന്റ് സ്ഥലം ആണെങ്കിൽ ഇപ്പൊ നമുക്ക് പല രീതിയിലും വർക്ക്ഔട്ട് ചെയ്യാം. ഓരോ സ്ഥലം അനുസരിച്ചിട്ട് അതിന്റെ ഫ്രണ്ട് ഫേസിങ് എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് ആ ഒരു ഡിസൈനിങ് ആണ് അവർക്കൊരു ചാലഞ്ച് വരുന്നത്. ആൻഡ് കമ്മിങ് ടു ദ ഏരിയ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 5 സെൻസ് ഉണ്ടെങ്കിൽ ഐഡിയലി ഒരു 2500 ടു ഒരു 2000 ടു 2500 സ്ക്വയർ ഫീറ്റ് നമുക്കൊരു ഡീസെന്റ് സ്പേസ് നമുക്ക് അതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും. സോ അതിൽ തന്നെ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. നമുക്കിപ്പോൾ സെറ്റ് ബാക്ക് അങ്ങനത്തെ കാര്യങ്ങൾ, പിന്നെ FSI ഉണ്ട്, അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അതെല്ലാം നമ്മൾ ലീഗലി നമ്മൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ഓരോ സ്പേസിനനുസരിച്ചിട്ടായിരിക്കും, ഓരോ ഏരിയക്ക് അനുസരിച്ചിട്ടായിരിക്കും അത് വേരി ചെയ്യുന്നത്. സോ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു ഡീസെന്റ് ആയിട്ട് ഒരു 2000 ടു 2500 സ്ക്വയർ ഫീറ്റ് നമുക്ക് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. ഒരു 5 ഈ സെൻസ് 2000 to 2000 സ്ക്വയർ ഫീറ്റ് വീട് 5 സെന്റ്, അതില് എക്സ്റ്റേണൽ സ്പേസ് ഒക്കെ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ എങ്ങനെ? നമുക്ക് അത് ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് വേണം, അതേപോലെ സോളാർ വേണം. സോ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ഒരു ആർക്കിടെക്ട് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. ആൻഡ് ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ നമുക്ക് സ്പേസ് വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ ഉള്ളവരെല്ലാവരും പ്രിഫറബിളി ലാൻഡ്സ്കേപ്പ് പ്രിഫർ ചെയ്യുന്നുണ്ട്. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ്റെനൻസ് ആണെന്ന് വിചാരിച്ച് കുറെ ചെയ്യാതെ പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു എംപ്റ്റി ലാൻഡ് ആയിട്ട് വെക്കുന്നതുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മുടെ ആ ഒരു എസ്തെറ്റിക്സ് കുറച്ച് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ലാൻഡ്സ്കേപ്പ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നോക്കുകയാണെങ്കിൽ ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സ്പേസ് ഒരു നല്ലൊരു ലാൻഡ്സ്കേപ്പ് ചെയ്ത ഒരു ഗാർഡൻ തന്നെയായിരിക്കും. സോ സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ലാൻഡ്സ്കേപ്പ് എപ്പോഴും നമുക്കൊരു ലൈക്ക് ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് കൊണ്ടുവരും. യെസ്. ആൻഡ് കമ്മിങ് ടു ബഡ്ജറ്റ്, എല്ലാവർക്കും വീട് വെക്കുമ്പോൾ അതെ, ആദ്യം അതെ. അതിന്റെ ഒരു Budget എസ്റ്റിമേറ്റഡ് ആയിരിക്കും. ബഡ്ജറ്റ് വേണമല്ലോ. Right, അപ്പൊ എങ്ങനെയാണ് ഈ പറഞ്ഞ 5 സെന്റില് 2000-2500 സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെങ്കിൽ ഉണ്ടാവുന്ന ഒരു മിനിമം ബഡ്ജറ്റ് എത്രയായിരിക്കും? നമുക്ക് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ വേരിയബിൾ ആണ്. ലൈക്ക് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്ലയൻസ് റിക്വയർമെന്റ്. ഒരു ആർക്കിടെക്റ്റിനെ സംബന്ധിച്ച് നമ്മൾ
ഒരു ആർക്കിടെക്ട് പ്ലാൻ ചെയ്യുന്നത് ഒരു ക്ലയന്റിന്റെ ഒരു റിക്വയർമെന്റ് എടുത്തിട്ട് അതൊരു പ്ലാൻ ആക്കുക എന്നുള്ളതാണ് ആർക്കിടെക്ടിന്റെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ആൻഡ് വൺസ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റിംഗ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. സോ ആദ്യം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് കൺസ്ട്രക്ഷണൽ ബഡ്ജറ്റ് ആയിരിക്കും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ആൻഡ് ദെൻ അതിന്റെ കൂടെ തന്നെ പാരലലി നമുക്ക് ഇന്റീരിയറിന്റെ ബഡ്ജറ്റും കൂടി നമുക്ക് പ്ലാൻ ചെയ്യേണ്ടതാണ്. നമുക്ക് മീൻ വൈൽ നമുക്ക് പല ക്രൈറ്റീരിയാസ് ഉണ്ട്. സോ അതെല്ലാം വെച്ചൊരു ബഡ്ജറ്റിംഗ് ഇപ്പം ഒരു ബ്രീഫ്ലി പറയുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഒരു 2000 to 2500 ആയിരിക്കും നമുക്ക്. ഇത് ഒരു ടെൻറ്റേറ്റീവ് നമ്പേഴ്സ് ആണ്. ദാറ്റ് മൈറ്റ് വേരി. എപ്പോഴും നമുക്ക് ഒരു പെർ സ്ക്വയർ ഫീറ്റ്. അതെ, ആ നമ്പർ എന്ന് പറയുന്നത് വളരെ വേരിയബിൾ ആയിരിക്കും. കാരണം ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരിക്കില്ല അടുത്ത ക്ലയന്റിന്. ചിലപ്പോൾ ഒരു ക്ലയന്റിന് ഒരു കണ്ടംപററി ഒരു പുതിയൊരു മോഡേൺ ഡിസൈൻ ആയിരിക്കാം വേണ്ടത്. സോ അതിന്റെ കോസ്റ്റിംഗ് വ്യത്യാസം വരും. അറ്റ് ദ സെയിം ടൈം ചില ക്ലയൻസിന് വളരെ ട്രഡീഷണൽ ഒരു കേരള ഒരു ഡിസൈനാ വേണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റിംഗ്. ഇപ്പൊ ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് വുഡ് ആയിരിക്കും മെയിൻലി വരുന്നത്. യെസ്, ഓഫ് കോഴ്സ് ഈ പറഞ്ഞ പോലെ നമുക്ക് വുഡിന്റെ കോസ്റ്റ് അതിലേക്ക് വരാം. ആൻഡ് അതേപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് വരുമ്പോഴത്തേന് ഫേർണിച്ചേഴ്സ് എല്ലാം വുഡ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ 4 കെട്ടാണെങ്കിൽ അതിൻ്റെതായ ഒരു കോസ്റ്റിംഗ് വരും. പിന്നെ ലെവൽസ്, മൾട്ടി ലെവൽസ്, ഇപ്പം നമുക്കിപ്പം ഫസ്റ്റ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, അങ്ങനെ മൾട്ടി ലെവലായിട്ട് നമുക്ക് വേണമെങ്കിൽ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ വൈഡ് ആയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. സോ ഇതെല്ലാം മാറ്റേഴ്സ്. ഇപ്പൊ നമ്മൾ എങ്ങനത്തെ ഡിസൈൻ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആ ഡിസൈൻ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് പ്രൈസസ് വേരി ചെയ്യുന്നത്. എന്നാലും ഒരു മാർക്കറ്റിൽ ഒരു ടെൻറ്റേറ്റീവ്ലി പറയുകയാണെങ്കിൽ ഒരു 2000 to 2500 ആയിരിക്കും നമുക്ക് കോസ്റ്റിംഗ് വരുന്നത്. പിന്നെയുള്ള ഒരു മേജർ കൺസേൺ, ഇപ്പൊ നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോൾ ചിലപ്പം ഒരു റെന്റഡ് ഹോമിലോ എവിടെയെങ്കിലും നിന്നിട്ടായിരിക്കും വീട് പണി നടത്തുന്നത്. നമുക്ക് അറ്റ് ദി ഏർലിയസ്റ്റ് നമ്മുടെ ഔട്ട് കയ്യിൽ കിട്ടണം എന്നുള്ളത്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു മിനിമം ഒരു സ്റ്റേജസ് എത്രയൊക്കെ ആയിരിക്കും, അതിലൊരു മിനിമം ടൈം പീരീഡ് എത്രയാണ്? സോ ഇവിടുത്തെ നമുക്ക് കൺസ്ട്രക്ഷനിലേക്ക് വരുമ്പം ഓരോ പ്ലേസിൽ നമുക്ക് ഓരോ ചാലഞ്ചസ് ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പം ഒരു കൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന. സോ പ്ലാൻ ഓൾസോ ടേക്സ് ടൈം. നല്ലൊരു പ്ലാൻ ആണെങ്കിൽ ആ പ്ലാൻ ഇപ്പം നിങ്ങളുടെ റിക്വയർമെന്റ് നിങ്ങളുടെ ആർക്കിടെക്റ്റായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. ആർക്കിടെക്റ്റ് ഒരു പ്രപ്പോസലായിട്ട് വരുന്നു. ആ പ്രപ്പോസലിൽ നിങ്ങൾക്കൊരു കറക്ഷൻ ഉണ്ടാവും. സോ ആ കറക്ഷൻ കഴിഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്വപ്ന ഭവനം. സോ അതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല ക്രൈറ്റീരിയാസും ഉണ്ടാവും. ചിലപ്പം ഫാമിലി ആയിരിക്കാം, അവർക്കൊരു പേരൻസിന് ഒരു സെപ്പറേറ്റ് റൂം വേണം. കിഡ്സ് ഉണ്ടാവാം, ചിലവർക്ക് ഒരു കുട്ടികളാവാം, ചിലവർക്ക് 2 ആവാം. സോ ആ ഒരു റിക്വയർമെന്റ് എടുക്കണം. ചിലവർക്ക് മേളിൽ ഹോം തിയേറ്റർ വേണം, ചിലർക്ക് ഗാർഡൻ വേണം. ആൻഡ് ഓഫ് കോഴ്സ് കമ്മിങ് ടു കിച്ചൺ പാർട്ട്, അത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ടോപ്പിക് ആണ്. ബിക്കോസ് ചില ക്ലയൻസിന് കിച്ചൺ ഒരുപാട് വലുത് വേണ്ടെന്ന് പറയും, ചിലവർക്ക് ഒരു എക്സ്ട്രാ കിച്ചൺ വേണമെന്ന് പറയും. സോ ഇതെല്ലാം കേറ്റർ ചെയ്ത് ഇതെല്ലാം നിങ്ങളുടെ റിക്വയർമെന്റ്, ഒരു ക്ലയന്റിന്റെ റിക്വയർമെന്റ് എടുത്ത് അതൊരു പ്ലാൻ ആക്കാൻ തന്നെ വലിയൊരു ടൈം വേണ്ടി വരും. സോ ദാറ്റ് ടേക്സ് മോർ ടൈം. സോ പ്ലാനിങ് വെൽ പ്ലാൻഡ് ആയിരിക്കണം. ബിക്കോസ് നമുക്ക് വൺസ് പ്ലാൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു മാറ്റം നമുക്ക് ചെയ്യാൻ പറ്റില്ല. സോ പ്ലാനിങ് ഓൾവേസ് ടേക്സ് ടൈം. സോ വൺസ് പ്ലാനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷണൽ പാർട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ പാർട്ടിൽ നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ഇപ്പോൾ നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത് ഒരു 2000 to 2500 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിരിക്കും. 5 സെന്റ്സ് ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു സ്കെയിൽ നോക്കുകയാണെങ്കിൽ ഒരു 8 months നമുക്കൊരു കൺസ്ട്രക്ഷന് വേണ്ടി വരും. പിന്നെ ഇവിടുത്തെ നമ്മുടെ കാലാവസ്ഥ, ഇവിടുത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന മണ്ണ്, സോയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും, ഓരോ സ്റ്റേജിലും ചലഞ്ചസ് ഉണ്ടാവാം. സോ ചലഞ്ചസ് നമ്മൾ മറികടന്ന് ഒരു വീട് വെക്കാന്നുള്ളത് ആണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് സൈഡ്. സോ അതിന് ഒരു ടൈം പറയുകയാണെങ്കിൽ അതും വേരിയബിൾ ആണ്. ലൈക്ക് ഓരോ പ്രോജക്റ്റ് വൈസ് നിങ്ങളുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങളുടെ പ്ലാനിന് അത് കൺസ്ട്രക്ഷൻ ടൈം വേരി ചെയ്യും. എന്നാലും നമ്മൾ ഈ പറഞ്ഞ ഒരു സ്കെയിലിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 8 months ആയിരിക്കും നമുക്ക് വേണ്ടത്. പിന്നെ ഇന്റീരിയർ പാർട്ടിലേക്ക് വരുമ്പോഴത്തേനും ഒരു 30 days to 60 days ആയിരിക്കും നമുക്ക് ഇന്റീരിയർ. അപ്രോക്സിമേറ്റ്ലി യെസ്, ഒരു ഹൈപ്പോത്തറ്റിക്കലി ഒരു 10 months ആയിരിക്കും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഞാനൊരു പോയിന്റ് എടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു പ്ലാൻ എടുത്ത ശേഷം പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞല്ലോ. വാട്ട് ഇഫ് എനിക്കിപ്പോ ഓൾറെഡി നമ്മൾ ഡിസൈൻ ചെയ്തതിൽ നിന്നും പെട്ടെന്നൊരു സഡൻ പ്ലാൻ, എന്റെ മുകളിലത്തെ പോർഷൻ ഒരു റെന്റ് ഔട്ട് ചെയ്യണം, സോ അവിടെ ഒരു എക്സ്ട്രാ കിച്ചൺ വേണം, അങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പൊ അത് പോസിബിൾ ആയിരിക്കില്ലേ? ഓഫ് കോഴ്സ് പോസിബിൾ ആണ്. സോ എവറിത്തിങ് കംസ് വിത്ത് പ്രൈസ് ടാഗ്. അപ്പൊ നമുക്ക് പോസിബിൾ അല്ലാത്തതൊന്നുമില്ല. പക്ഷെ നമുക്ക് വിത്തിൻ ദ ലിമിറ്റേഷൻ, ഇപ്പൊ നമുക്ക് ഫൗണ്ടേഷൻ കഴിഞ്ഞ് നമുക്ക് പ്ലിന്ത് ഏരിയ ഉണ്ടാവും. സോ ചിലപ്പോൾ നമ്മൾ ലോഡ് ബെയറിംഗിലായിരിക്കാം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ
പില്ലറിലായിരിക്കാം നമുക്ക് ചെയ്യുന്നത്. സോ അങ്ങനെയെല്ലാം വരുമ്പം ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾക്കൊരു റിക്വയർമെന്റ് വരുമ്പം നിങ്ങളുടെ റിക്വയർമെന്റ് കൺസിഡർ ചെയ്ത് നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവറിത്തിങ് കംസ് Comes വിത്ത് with a price tag. പ്രൈസ് ടാഗ്. Okay. യെസ്, നമുക്കത് ചെയ്യാം. ഉം. പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ലോഡ് ബെയറിംഗ് ആണെങ്കിൽ നമുക്ക് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ എങ്ങനെയാണോ അതേപോലെ തന്നെ നമുക്ക് മേളിൽ റെപ്ലിക്ക ചെയ്യേണ്ടി വരും. പക്ഷെ അതിലും ചില വേരിയേഷൻസ് ചെയ്യാം. എന്നാലും അതിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കുറച്ച് കൂടുതലായിരിക്കും. സോ കഴിവതും അതില്ലാതെ നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിക്കോസ് നമുക്ക് പ്ലാൻ നമ്മളെ തരുമ്പോൾ നമുക്ക് അത് ആലോചിക്കാനും അത് തിരുത്താനുള്ള ടൈം ഉണ്ട്. ബട്ട് വൺസ് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ സമയത്തോ ചേഞ്ചസ് വരികയാണെങ്കിൽ അത് എക്കണോമിക്കൽ സൈഡിലും ബാധിക്കും, അതിന്റെ സ്ട്രക്ചറൽ സൈഡും ബാധിക്കും. സോ ബെറ്റർ നമ്മളൊരു വീട് പ്ലാൻ എപ്പോഴും അത് നന്നായി ആലോചിച്ച് നമ്മുടെ തീരുമാനം എടുക്കാന്നേ ഞാനത് സജസ്റ്റ് ചെയ്യുള്ളൂ. Then coming to materials. മെറ്റീരിയൽ എപ്പോഴും ഒരു തീർച്ചയായിട്ടും. ബിൽഡിങ്ങിന്റെ ഒരു അതെ അതെ, ബേസ് ഒരു തൊട്ടിട്ട് കൺഫ്യൂഷൻ വളരെ ഉണ്ടാക്കുന്ന ഒരു പാട്ടും കൂടിയാണ്. അതെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ റൈറ്റ് മെറ്റീരിയൽസ് ചൂസ് ചെയ്യേണ്ടത്? നമുക്ക് ആക്ച്വലി ഇപ്പം ഈ പറഞ്ഞ പോലെ മോസ്റ്റ്ലി എല്ലാവരും കോൺട്രാക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ഒരു വീട് പണിയുന്നത്. Correct. സോ ആ ഒരു ടൈമില് ആ ഒരു ഇനീഷ്യൽ കൊട്ടേഷന്റെ ഡിസ്കഷന്റെ സമയത്ത് തന്നെ കോൺട്രാക്ടർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ എടുക്കുന്ന TMT ബാർ, Okay. സിമെന്റ്, അതുപോലെ ബ്രിക്സ്. സോ ഇതിന്റെ എല്ലാം ക്വാളിറ്റി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കേണ്ടത്. ഇപ്പം നോക്കുകയാണെങ്കിൽ പല രീതിയിലും പല ആൾക്കാർക്ക് ഇതിനെപ്പറ്റി നോളേജ് ഇല്ല. പക്ഷേ ഐ വുഡ് ചേഞ്ച് ദാറ്റ്. ഇപ്പം എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട്. ഇപ്പം ആസ് എ ക്ലയന്റ്, ഇപ്പോൾ ഒരു ക്ലയന്റിന് ഇപ്പം വീട് പണിയണം എന്നാണെങ്കിൽ ഫസ്റ്റ് തിങ് ദേ ഗോ ടു ദ മാർക്കറ്റ്. അവര് മാർക്കറ്റിൽ പോയി അതിനെപ്പറ്റി നന്നായി പഠിച്ച് ആ പഠിച്ചതിന് ശേഷമായിരിക്കും അവരൊരു ആർക്കിടെക്റ്റിനെ സമീപിക്കുന്നതോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറെ സമീപിക്കുന്നതോ അവര് ഒരു ഡീറ്റെയിൽ ഒരു വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും അവർ അപ്രോച്ച് ചെയ്യുന്നത്. സോ ആ ഒരു നോളേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ. ബിക്കോസ് ഒരു കോൺട്രാക്ടറോ ഒരു ആർക്കിടെക്റ്റോ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഓരോ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. സോ കമ്മിങ് ടു ദ സെയിം പോയിന്റ്, നമ്മൾ അതിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യേണ്ട കുറച്ച് എലമെന്റ്സ് ആണ് TMT ബാർ, അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രിക്ക്, സിമെന്റ്. ഇത് മൂന്നും നമ്മൾ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാതെ ഏറ്റവും നല്ല ബ്രാൻഡ് തന്നെ യൂസ് ചെയ്യണം. ബിക്കോസ് ഈ വീട് എന്നെല്ലാം പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഒരു സ്വപ്നമായിരിക്കും. അതിപ്പം അവർ റെന്റിന് കൊടുക്കാനായിക്കോട്ടെ, മേ ബി ദേ ആർ സ്റ്റേയിങ് ഓർ ബിൽഡിംഗ് ഫോർ ദെംസെൽഫ്. എന്നാലും അതെപ്പോഴും ഒരു സ്വപ്നമായിരിക്കും. ഏതൊരു ക്ലയന്റിനെ സംബന്ധിച്ചും അതൊരു ഡ്രീം ആയിരിക്കും. സോ അതില് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാതെ വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ അത് മെറ്റീരിയൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇപ്പൊ റീസെന്റ് നമ്മുടെ സിനിമാ താരം ഹരിശ്രീ അശോകൻ, അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹം പഞ്ചാബി ഹൗസ് എന്നുള്ള പേരിൽ ഒരു വീട് എടുത്തു. പക്ഷെ ആ വീട്ടിൽ ആ വീട്ടിന്റെ ഒരു അവസ്ഥ ഇപ്പം എന്തൊക്കെയോ ഫ്ലോറിങ്സിലൊക്കെ പ്രശ്നം കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് നമ്മൾ പറയുകയാണെങ്കിൽ മെയിൻലി അവര് കൺസ്ട്രക്ഷൻ ടൈമില് അവര് ഇൻവോൾവ്മെന്റ് ചിലപ്പം ആ ടൈമില് അവര് ഇൻവോൾവ്മെന്റ് കുറഞ്ഞതാവാം. അവർ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല. അവർ യൂസ് ചെയ്തേക്കുന്ന ക്വാളിറ്റി എന്തായാലും ലോ ആയിരിക്കും. ഓഫ് കോഴ്സ് ഇത് തന്നെ റീസൺ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു വീട് പണിയുമ്പോൾ അതിന് ക്യൂറിംഗ് ടൈം വരും. അതിപ്പം എത്ര പുതിയ മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്ത് ടെക്നോളജി ആയിക്കോട്ടെ, ഇപ്പം ടെക്നോളജീസ് ഉണ്ട്. ക്യൂറിംഗ് ടൈം ഇപ്പോഴത്തെ പുതിയ ക്യൂറിംഗ് ടൈം മീൻസ് നമ്മളിപ്പോ ഒരു സിമെന്റ് ഒരു പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വാട്ടറിങ് ചെയ്യണം. അതേപോലെ തന്നെ അത് ക്യൂർ ചെയ്യാനായിട്ട് ഇപ്പം അതായത് നമ്മൾ ഇട്ട പ്രോസസ്സ് പ്രോപ്പർലി അതില് അബ്സോർബ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു കംപ്ലീഷൻ ഒരു ടൈം കൊടുക്കണം. മേ ബി 24 days എല്ലാം കൊടുത്ത് ക്യൂറിങ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ഉണ്ട്. 2 weeks 14 days ചെയ്യുന്നതുണ്ട്. ഇപ്പൊ വന്ന് 2 3 days ആയി. ബിക്കോസ് അവർക്ക് ടൈം ലൈൻ വളരെ കുറവാണ്. ഇപ്പൊ ഞാനിപ്പോ 8 മാസം എന്ന് പറയുന്നത് ചിലപ്പോ ക്ലയന്റ് വന്നിട്ട് പറയണ എനിക്കിത് ഒരു 6 മാസത്തിൽ വേണം. അപ്പൊ അവരെ സംബന്ധിച്ച് ഒബ്വിയസ്ലി അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ഇതിൽ കോംപ്രമൈസ് ചെയ്തേ പറ്റും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും ക്യൂറിംഗ് ടൈം കറക്റ്റ് അല്ലെങ്കിൽ ക്രാക്സ് വീഴാനുള്ള ചാൻസസ് ഉണ്ട്, പെയിന്റ് അതിൽ നിൽക്കാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ പല ആഫ്റ്റർ എഫക്ട്സ് അതിലുണ്ടാവും. യെസ്, ഓഫ് കോഴ്സ് നിങ്ങൾ പറഞ്ഞത് അവര് പറഞ്ഞത് 8 മാസമാണ്, നിങ്ങൾക്ക് 6ാമത്തെ മാസം കിട്ടുവാണെങ്കിൽ പോലും ഇങ്ങനത്തെ കുറെ കോൺസിക്വൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സോ ഇപ്പം അതിലേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി യൂസ് ചെയ്ത ക്വാളിറ്റി കൊണ്ട് തന്നെ വന്ന ഇഷ്യൂസ് ആണ് അത്. പിന്നെ നമ്മള് ഈ പറഞ്ഞ പോലെ അവരുടെ ഇൻവോൾവ്മെന്റ്, നമ്മളൊരു ക്ലയന്റ് അല്ലെങ്കിൽ ഇപ്പൊ ഞാനാണ് വീട് പണിയെങ്കിൽ നമ്മളുടെ ഒരു ഇൻവോൾവ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ക്വാളിറ്റി ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പിന്നെ ആ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ഫാക്ടർ. എന്തെല്ലാം നമ്മൾ
കൊട്ടേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏത് ബ്രാൻഡാന്ന്, ഇപ്പൊ കൈരളി TMT ആയിരിക്കാം, അല്ലെങ്കിൽ ടാറ്റയുടെ ആയിരിക്കാം, അതുപോലെ സിമെന്റ് അംബുജ ആയിരിക്കാം, അല്ലെങ്കിൽ പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ്. ഈ പറഞ്ഞ ബ്രാൻഡ്സ് തന്നെയാണോ യൂസ് ചെയ്തേക്കുന്നത്, മിക്സ്ചേഴ്സ് ഉണ്ട്, കോമ്പിനേഷൻസ് ഉണ്ട്, അതേപോലെ റേഷ്യോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്രയും ടെക്നിക്കലി എല്ലാ ക്ലയന്റിനും അറിയണമെന്നില്ല. എന്നാലും സൈറ്റിൽ പോകുമ്പം ഇതെല്ലാം നോക്കുക. ലൈക് TMT അവർ പറഞ്ഞതാണോ ഇട്ടേക്കുന്നത്, സിമെന്റ് അവർ പറഞ്ഞതാണോ യൂസ് ചെയ്തേക്കുന്നത്, ഇതെല്ലാം നമ്മളൊന്ന് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ തന്നെ കുറച്ച് ബെറ്റർ റിസൾട്ട്സ് നമുക്ക് അവിടെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഐ തിങ്ക് പലരും മിസ് ഔട്ട് ആയി പോകുന്ന ഒരു അതെ ഏരിയ. തീർച്ചയായിട്ടും. കാരണം മോസ്റ്റ്ലി എല്ലാവരും NRIs ആയിരിക്കാം. അപ്പം അവർക്ക് മോണിറ്ററിങ് വളരെ കുറവായിരിക്കും. അവർ ഫാമിലി മെമ്പേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഫാമിലി മെമ്പേഴ്സ് വീക്കിലി വൺസ് ഓർ ട്വൈസ് ആയിരിക്കും വന്നു പോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ആണെങ്കിൽ അവർ ഷൂട്ടിലായിരിക്കാം, അവർക്ക് വന്ന് നോക്കാനുള്ള ടൈം ഉണ്ടാവില്ല. സോ അങ്ങനെ എല്ലാ റീസൺസ് വരുമ്പോഴാണ് ഓരോ കോൺട്രാക്ടേഴ്സ് അങ്ങനെ വൈസവേഴ്സ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രാക്ടറെ പുഷ് ചെയ്ത് 8 മാസം എന്നുള്ള ഒരു 6 മാസത്തേക്ക് തീർക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിലും ഒരു പ്രശ്നം വരും. ബിക്കോസ് ആ ഒരു ടൈം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കൺസ്ട്രക്ഷനിൽ കൊടുക്കുന്ന ഓരോ ടൈം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്യൂറിംഗ് ടൈം, യെസ്. അതിപ്പം ക്യൂറിംഗ് എന്നല്ല, എല്ലാത്തിനും എല്ലാ പ്രൊസീജിയറിനും ഓരോ ടൈമിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു എല്ലാവരും പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ലൈക്ക് ഒരു വീട് പണിയോ അല്ലെങ്കിൽ ഇന്റീരിയർ പണിയാൻ നേരത്ത് നമ്മളിപ്പോ ഒരു ടെന്റേറ്റീവ്ലി 8 months പറയുമ്പോൾ അവർ ഒരു 6 months വേണം. അപ്പൊ നമ്മൾ പറയും 8 months തന്നെ വേണം എന്ന് പറയും. അപ്പൊ അവർ പറയും നിങ്ങൾക്ക് ലേബർ കുറച്ച് കൂട്ടിയിട്ട് ഈ പറഞ്ഞ ടൈം ടാർഗറ്റ് റീച്ച് ചെയ്ത് കൊടുക്കും. പക്ഷെ എല്ലാവരും അത് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ബിക്കോസ് അത് എന്തൊക്കെയാണെങ്കിലും ഒരു 2 മേശൻ വർക്ക് ചെയ്യേണ്ട ഒരു വർക്ക് ആണെങ്കിൽ 2 മേശൻ തന്നെ വർക്ക് ചെയ്യേണ്ടത്. അഡീഷണലി ഒരു 2 മേശനെ വെച്ച് ഒരു 4 മേശനായാലും ദ എമൗണ്ട് ഓഫ് വർക്ക് സെയിം. നമ്മൾ ആ 2 മേശനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് സ്പീഡ്, അതിനനുസരിച്ച് വലിയ വൈഡ് ഏരിയ ആണെങ്കിൽ നമുക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. ബട്ട് നമ്മൾ ഓരോ കോൺട്രാക്ടേഴ്സ് അത് പ്ലാൻ ചെയ്യുന്നത് ആ ഒരു ഏരിയ അനുസരിച്ചിട്ടായിരിക്കും. സോ അവർ പറയുന്ന ടൈം ആയാലും അവർ പറയുന്ന ലേബർ ഇൻറ്റൻസ് ആണെങ്കിലും എല്ലാം അവർ കാൽക്കുലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ പ്രഷർ ചെയ്ത് ഒരു 2 ലേബറെ അഡീഷണൽ വെച്ചാലും വി വോണ്ട് ഗെറ്റ് ദ റിസൾട്ട്. നമുക്ക് ആ റിസൾട്ട് അപ്പോഴും സെയിം ആയിരിക്കും. ബട്ട് അപ്പുറത്ത് ക്യാഷ് ബേണും കൂടുതലായിരിക്കും. സോ എപ്പോഴും അത് നന്നായിട്ട് മനസ്സിൽ വെക്കാം. പ്രത്യേകിച്ച് വീട് പണിയിൽ ധൃതി വെക്കാതെ എല്ലാ പ്രൊസീജിയറിനും അതിൻ്റെതായ ഒരു ടൈം കൊടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ വരുന്ന ആൾക്കാര് ഈ പറഞ്ഞ പോലെ എല്ലാം അവർ തന്നെ റിസർച്ച് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ എന്തൊരു കാര്യമാണല്ലോ, ഈവൻ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണേ പോലും നമ്മൾ ഫസ്റ്റ് ആ പ്രോഡക്റ്റിനെ പറ്റി റിസർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. പണ്ടൊക്കെ നമ്മൾ ആ ഷോറൂമിൽ എത്തിയിട്ടായിരിക്കും ആ പ്രോഡക്റ്റ് കാണുന്നത്. അത് ആ ഒരു ചേഞ്ച് ബിക്കോസ് ഓഫ് ടെക്നോളജിക്കൽ ഗ്രോത്ത് എല്ലാ ഏരിയയിലും വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇന്റീരിയർ ഡിസൈനർ എന്നുള്ള ഇന്റീരിയർ ഡിസൈനിങ് ഫേം നടത്തുന്ന ഒരാളെന്ന നിലയിൽ ആ വന്നിട്ടുള്ള മാറ്റം ഫ്രം ദ കസ്റ്റമേഴ്സ് സൈഡ് അത് പോസിറ്റീവ് ആയിട്ടാണോ, എങ്ങനെയാണ് അത്? നമുക്കത് 2 രീതിയിലും നമുക്ക് പറയാം. പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. നമുക്ക് എപ്പോഴും നോളേജ് ഇസ് വിസ്ഡം. അപ്പം അത് കൂടിയാലും കുഴപ്പമാണ്, ലിറ്റിൽ നോളേജ് ഇസ് ഓൾവേസ് ഡേഞ്ചർ. അപ്പം അത് കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പൊ കുറവ് വരുമ്പോഴത്തേനും നമുക്ക് ഗൈഡ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാം. ലൈക്ക് ഇതൊക്കെയാണ് മാർക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതിന്റെ പ്രൊസീജിയേഴ്സ്, അതിന്റെ കാര്യം എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ബട്ട് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അക്സെപ്റ്റൻസി കുറയും. യെസ്, എന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർക്കും റിസർച്ച് ചെയ്ത റിസൾട്ട് ഉണ്ട്. എപ്പോഴും ഇത് തമ്മിൽ മാച്ച് ആവണമെന്നില്ല. ഇപ്പം മേ ബി ഇപ്പം ഞാനൊരു കോൺട്രാക്ടർ ആണ്, അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അംബുജ ആണെങ്കിൽ ക്ലയന്റ് വന്നിട്ട് പറയുന്നത് ഞാൻ കുറെ റിസർച്ച് ചെയ്തു, എനിക്ക് ഈ സിമെന്റാ വേണ്ടതെന്ന് പറയാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. സോ അങ്ങനെ വരുമ്പം ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കുകയാണ്. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസിലായിരിക്കും അത് പറയുന്നത്. പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവരുടെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലോ വരുന്ന ഒരു ഇതാണ് അവർക്ക് വരുന്ന എക്സ്പീരിയൻസ്. പക്ഷെ അങ്ങനെയുള്ളത് എപ്പോഴും ഒരു ആർക്കിടെക്റ്റിനെ തന്നെ വിട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ബിക്കോസ് ദേ നോ ബെറ്റർ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഇവരിപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർ കാണുന്നത് ആരാണ് ഏറ്റവും കൂടുതൽ ആഡ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവരുടെ ബ്രാൻഡ് ആയിരിക്കും മേളിലേക്ക് വരുന്നത്. അപ്പം എപ്പോഴും ബ്ലൈൻഡ്ലി ഗൂഗിൾ അല്ലെങ്കിൽ ഓൺലൈൻ റിസർച്ചിലേക്ക് ബ്ലൈൻഡ്ലി വിശ്വസിക്കാതെ ഒരു നല്ലൊരു ആർക്കിടെക്റ്റും കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ ഫോളോ ദം. ബട്ട് മേക്ക് ഷുവർ ദേ ആർ ദ റൈറ്റ് കോൺട്രാക്ടേഴ്സ് ആൻഡ് ദി ആർക്കിടെക്ട്. അതാണ് നമ്മൾ ആദ്യം, നമ്മളിപ്പോൾ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനെ ചൂസ് ചെയ്യുമ്പം അവർ റൈറ്റ് പേഴ്സൺ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. ആൻഡ് ദെൻ ഫോളോ ദം. അവർ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് അതും റിസർച്ച് ചെയ്യണം. അവർ പറയുന്നതും ബ്ലൈൻഡ്ലി വിശ്വസിക്കണം എന്നല്ല. ഇപ്പം പല രീതിയിലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ യൂട്യൂബിലായാലും കുറെ വീഡിയോസ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറെ കമ്പനീസും അവൈലബിൾ ആണ്, കമ്പയർ ചെയ്യാം.
സോ അങ്ങനെയെല്ലാം നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി അതൊരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ കുറെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും, ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അത് ഇവൻ ഒരു കോൺട്രാക്ടർക്കും അതൊരു പ്രശ്നമാണ്, ഈവൻ ദ ക്ലയന്റിനും അതൊരു പ്രശ്നമാണ്. പ്രശ്നമാണ്. കാരണം രണ്ടുപേർക്കും ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ഇപ്പം പല കോൺട്രാക്ടേഴ്സിന് പല കമ്പനീസ് അവർക്ക് ഇൻസെന്റീവ്സും അങ്ങനെ പല കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ആ ഒരു കോൺട്രാക്ടർ ആ കമ്പനിനെ Correct. ബൂസ്റ്റ് ചെയ്യാനുള്ള Yes. ചാൻസസും ഉണ്ട്. വൈസ വേഴ്സ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കോൺട്രാക്ടറും അല്ലെങ്കിൽ ആർക്കിടെക്ടിനെ ചൂസ് ചെയ്യാൻ നേരത്ത് മേക്ക് ഷുവർ ദേ ആർ ദ റൈറ്റ് പേഴ്സൺ. അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അവർ പ്രീവിയസ് പ്രോജക്ട്സ് നോക്കുക, അവരുടെ പ്രീവിയസ് ടെസ്റ്റിമോണിയിൽ നോക്കുക. ഇതെല്ലാം നല്ലൊരു ഒരു പോർട്ട്ഫോളിയോ അവർക്ക് ഉണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവരെ നമുക്ക് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പല കോൺസിക്വൻസസും നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. Thanks for watching. Don't forget to like, share, and subscribe for more insightful comparisons and business tips.